ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനം തന്നെയാണ്. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്നാൽ മറ്റു ചിലർ വിചാരിക്കുന്നത് നിങ്ങളിതൊരിക്കലും അറിയരുതെന്നാണ്. എന്തായാലും ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നമ്മളിവിടെ കുറച്ച് കാർഡ്സ് എടുത്തു വച്ചിട്ടുണ്ട്. കാർഡ്സ് എല്ലാം ഞാൻ നേരത്തെ ഷഫിൾ ചെയ്ത് എടുത്തു വച്ചിരിക്കുകയാണ്. നിങ്ങളെ നിങ്ങൾക്കൊരു എക്സസീവ്ലി കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് ഒരു റിലേഷനുണ്ട്. ഇതാണ് കാണിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, അവരുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷനുണ്ട്. ശരിക്കും നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് ചതിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ വല്ലാത്തൊരു പെയിനിലേക്കും സഫറിങ്സിലേക്കും ഒക്കെ തള്ളിവിട്ടിട്ടുണ്ട്. അവർ വല്ലാത്ത രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു മാനിപ്പുലേറ്റിംഗ് പേഴ്സണുമാണ് അവർ. ഈ വ്യക്തി ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളെ വിട്ടുപോയത്. അതുപോലെ തന്നെ ഇവർ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിന്നും ഔട്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയി. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒരുപാട് പെയിനിലൂടെയും സഫറിങ്സിലൂടെയും ഒക്കെ കടന്നുപോയി. സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു വളരെ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫ് തകർന്നിട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധമായി പോയേനെ നിങ്ങൾ. കാരണം ഇപ്പോൾ തന്നെ അവർ നിങ്ങളെ അത്രയും വലിയൊരു വേദനയിലേക്ക് തള്ളിവിട്ടിട്ടാണ് നിങ്ങളെ ഇട്ടിട്ട് പോയത്. ലിസൺ, ഇതൊരു സ്പെസിഫിക് റീഡിംഗ് ആണ്. ഇറ്റ് വിൽ നോട്ട് റെസണേറ്റ് എവരിബഡി. സോ ഇതൊരു നോർമൽ ബ്രേക്കപ്പ് അല്ല. ഇത് നിങ്ങളെ ശരിക്കും സേവ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയില്ലായിരുന്നു എങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിലെ മറ്റു പല ഏരിയകളെയും ബാധിച്ചിരുന്നേനെ. ലൈക്ക് നിങ്ങളുടെ ജോബ്, അതർ റിലേഷൻസ്, നിങ്ങളുടെ ഫാമിലി, ഹെൽത്ത് എക്സെട്ര. അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ മറ്റ് ഏരിയാസിനെ ഇത് ബാധിച്ചിരുന്നേനെ. എന്തായാലും നിങ്ങളിപ്പോൾ അതിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വയം ഹീലാകാനും തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും അത്രയ്ക്കും ഈസി അല്ല. എന്നാൽ പോലും നിങ്ങളതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കാർമിക് ലെസൺസ് എല്ലാം നിങ്ങൾ ലേൺ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങളുടെ ലവ് ലൈഫായിരുന്നു ഇവർ. എന്നിരുന്നാലും നിങ്ങൾ തിരിച്ചറിഞ്ഞു ഈ വ്യക്തി ഒരു ദുരന്തമായിരുന്നു എന്നുള്ളത്. അവർ നിങ്ങളെ ലവ് ചെയ്യുന്നതായിട്ട് ശരിക്കും പ്രിട്ടൻഡ് ചെയ്യുകയായിരുന്നു. അവരെന്തായിരുന്നു എന്നുള്ളത് ഒരിക്കലും അവർ നിങ്ങളെ കാണിച്ചിരുന്നില്ല. എന്തു തന്നെയായാലും നിങ്ങൾ ആ ദുരന്തത്തിൽ നിന്നും അതേപോലെ ആ മാനിപ്പുലേറ്റഡ് പേഴ്സണിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പോഴും ഒരു ക്ലൗഡഡ് മൈൻഡ് സെറ്റിലാണെന്നുള്ളതാണ്. നിങ്ങളിപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സഡനായി സംഭവിക്കുകയായിരുന്നു. കാരണം യൂണിവേഴ്സ് നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് അവിടുന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതും വന്നു. അതായത് ചിലപ്പോൾ ലൈഫിൽ നമുക്ക് എല്ലാവർക്കൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഒരു അവസ്ഥ. അതായത് സംടൈംസ് നമ്മൾ ചില ക്രൂഷ്യൽ മൊമെൻറ്റ്സിൽ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളുടെ മുമ്പിൽ സംഭവിക്കുക. അപ്പോഴൊന്നും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ടൈം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സമാധാനത്തോടെ ഒന്ന് ഇരിക്കുന്ന ടൈമിലായിരിക്കും അതെല്ലാം നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ദൈവമേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ. അയ്യോ, ഞാൻ അങ്ങനെ ഓവർ റിയാക്ട് ചെയ്തു പോയി, ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്ക് ഇങ്ങനെ പെരുമാറാമായിരുന്നു, അങ്ങനെ സംസാരിക്കാമായിരുന്നു എന്നൊക്കെ. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്താണോ ഇവിടെ സംഭവിച്ചത് അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായി മാത്രമാണെന്നാണ്. നിങ്ങളിപ്പോൾ ഞാൻ ചെയ്തത് വലിയ തെറ്റാണോ, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എങ്കിൽ നിങ്ങൾ ചെയ്തത് വളരെ ശരിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ആ വ്യക്തി നിങ്ങളോട് ചെയ്തതെല്ലാം ആ വ്യക്തിക്ക് വേറെ വ്യക്തിയിൽ നിന്നും ലഭിക്കും. അത് ശരിക്കും അവരുടെ കർമ്മയാണ്. നിങ്ങളായിട്ട് അവരെ ശപിക്കാനും ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം
നിങ്ങൾ ചെയ്തത് 100% ശരിയാണെന്നാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും വേണ്ട. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് ശരിക്കും ഒരു റൊമാൻറ്റിക് പാർട്ണർ മാത്രമാകണമെന്നില്ല, വേറെ ആരുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആകാം, സ്പൗസ് ആകാം, ഫാദർ, മദർ, അങ്ങനെ ആരുമാകാം. ആരായാലും വെരി കൺട്രോളിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് പേഴ്സൺ ആണ് അവർ. അവരൊരു ഡോമിനേറ്റിംഗ് എനർജിയാണ്. ലിറ്ററലി എന്തായാലും നിങ്ങൾ അതിൽ നിന്നും തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഡോണ്ട് ക്വസ്റ്റ്യനിങ് ദിസ്. നിങ്ങളിപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. കാരണം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്നാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ സെൽഫ് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെന്ന് അവരോട് സോറി പറയണം, ബെഗ് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിപ്പോൾ റൈറ്റ് പാത്തിലാണ് എന്ന്. എന്തായാലും നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറെടുക്കുക. ടു ബി ഓണസ്റ്റ്, കമ്മിങ് കപ്പിൾ ഓഫ് മന്ത്സ് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ സ്വയം പറയും, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ ദൈവമേ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിൽ വിശ്വസിച്ച് ഈ ഫ്ലോയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ പേഴ്സണിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. സോ നിങ്ങളിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുകയാണ്, എനിക്കിതെല്ലാം സാധിക്കുമോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഓൾറെഡി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്കത് ഉറപ്പായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ക്ലൗഡി ജഡ്ജ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വളരെ ഓക്കെ ആണെന്ന്. നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ പഴയ തോട്ട്സിലേക്കൊക്കെ അങ്ങനെ പോകും. സോ യു ഡോണ്ട് വറി. ഇത് ശരിക്കും നോർമലാണ്. കാരണം ഈ പേഴ്സൺ വളരെ കൺട്രോളിങ് ആൻഡ് മാനിപ്പുലേറ്റീവ് പേഴ്സണൊക്കെ ആണ് എങ്കിൽ പോലും നിങ്ങൾ ഇവരുടെ നിയന്ത്രണത്തിൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിരുന്നു. ഈ പേഴ്സൻ്റെ കൺട്രോളിങ്ങിൽ നിൽക്കുക എന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ പറ്റാത്തത്, ആ ഒരു സ്ട്രഗിളിങ്സ് നിങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം സീക്ക് ചെയ്യുന്നത് ഈ പേഴ്സൺ ചേഞ്ച് ആകും, അവരുടെ വാലിഡേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾ സേഫ് ആകുന്നുള്ളൂ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ തോട്ട്. ഇവർ നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ സ്നേഹിക്കും എന്നൊക്കെയാണ് നിങ്ങൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സംടൈംസ് ഈ വ്യക്തി എത്ര ടോക്സിക് ആയിരുന്നാൽ പോലും അവരിൽ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് കൊണ്ടാകും കേട്ടോ. ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും ടോക്സിക് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് ബിഹേവിയർ ഉണ്ടായിരുന്നിരിക്കാം. ഈ പേഴ്സൺ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയണത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് പാറ്റേൺ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ പേരൻസുടെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇവരിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നി. സേഫ് അല്ല എങ്കിൽ പോലും. കാരണം എന്താണ്, നമ്മുടെ പേരൻസ് നമ്മളോട് എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ അവരെത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും, അവർ നമ്മളോട് എത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, നമ്മൾ അവരുടെ അടുത്ത് വളരെ സേഫാണ് എന്നുള്ളത് ഫീൽ സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലേ. നമ്മുടെ പേരൻസ് ആണ്, നമ്മൾ അവരുടെ അടുത്ത് സേഫ് ആണെന്നുള്ളൊരു ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പേഴ്സണ് നിങ്ങളുടെ ആ പേരൻസിൻ്റെ അതേ ഒരു പാറ്റേൺ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഈ വ്യക്തിയിൽ സേഫ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നി തുടങ്ങി. അതായത് ഈ വ്യക്തി നിങ്ങളോട് എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇവരുടെ അണ്ടറിൽ നിങ്ങൾ സേഫാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബിഹേവിയർ ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നമ്മളോട് ചെയ്താലും അവരുടെ അണ്ടറിൽ നമ്മൾ സേഫ് ആണെന്ന് തോന്നൽ നമുക്കുണ്ടാകും. സത്യത്തിൽ അതൊരിക്കലും സേഫ് അല്ല. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യണം. നിങ്ങളോട് പറയണം, നിങ്ങൾ സേഫ് അല്ല, ആ വ്യക്തി ഈസ് നോട്ട് ഗുഡ്, അവരെന്നോട് ചെയ്യുന്നതൊന്നും എനിക്ക് നല്ലതല്ല.
ഇതെല്ലാം ഡിലൂഷനാണ്. സേഫ്റ്റി ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഈ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസൊക്കെ ചെയ്യണം. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് EFT ടാപ്പിംഗ് ഉണ്ട്, അതുപോലെ ബോഡി ഷേക്കിംഗ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും വലിയ സിംഗേഴ്സ് ആണെന്നില്ല. അതുപോലെ നമ്മൾക്ക് ഈ മൂഡ് ഓഫ് ആകുമ്പോൾ നമുക്ക് പാട്ട് പാടാനും പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും മ്യൂസിക്, ഒരു മൂളിപ്പാട്ടോ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവം, അല്ലാതെ നിങ്ങൾ വലിയ പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പാടി തീർക്കണം എന്നല്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ നമ്മളൊരു കാര്യം ശീലിച്ച് കഴിയുമ്പോൾ അതൊരു ഹാബിറ്റാക്കി മാറ്റി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ഗുഡാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ മൈൻഡിനെ ആ ഒരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളത് ചെയ്ത് നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സ്ട്രോങ് ആയും സമാധാനത്തോടെയും ഇരിക്കുക. സംഭവിച്ചത് സംഭവിച്ചു, അതെല്ലാം നല്ലതിനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ട്രോമാസ് പറയും അയാളിലേക്ക് തിരിച്ചു പോകാൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പേഴ്സൺ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അൺഫെമിലിയർ ആയിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് പേടിയാണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ അൺഫെമിലിയർ ടെറിട്ടറി നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലീജിയൻ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ ദൈവം തരും, നമ്മളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ സ്നേഹം ധാരാളം പോരെ? കാരണം നമ്മുടെ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടുന്ന് അത്രത്തോളം സ്നേഹം നമ്മളോട് കാണിക്കുന്നില്ലേ? പിന്നെ നമ്മൾക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമ്മൾക്ക് കിട്ടും. സോ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. അതുപോലെ എപ്പോഴും ദൈവത്തോടൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, നന്ദിയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിനെല്ലാം നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ ഓർക്കുക, ദൈവത്തിന് നന്ദി പറയുക.